ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാരോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അവരെ ഒരുപാട് ന്യായീകരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് നന്ദുവിനോട് ഈ നവ്യയുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകൻ നന്ദുവിനോട് ചോദിക്കുകയാണ്, ഇതിനൊക്കെ എന്തോന്നും മറുപടി പറയാനാ മോളേന്ന്. നമ്മളായിട്ട് ഇനി ഒന്നും പറയാൻ പോവണ്ട, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും പ്രശ്നത്തിലാവത്തേ ഉള്ളൂ, അതുകൊണ്ട് മിണ്ടണ്ടെന്ന് നന്ദു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് കനകവും നന്ദുവും കൂടെ നേരെ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് വരിക. ആ സമയത്ത് നവ്യ എന്താ പറഞ്ഞതെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഗോവിന്ദേട്ടനോട് ഇവർ രണ്ടുപേരും പറയുകയും ചെയ്തു. അപ്പോൾ നന്ദു അച്ഛനോടും പറയുകയാണ്, നമ്മളതിനൊന്നും മാക്സിമം പ്രതികരിക്കാതിരുന്നാൽ മതി അച്ഛാ, പ്രതികരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്കത് സംശയമായിട്ട് വരും, അത് പിന്നെ ശരിയാവില്ല എന്നും പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. എന്തായാലും നയനമോളോടൊന്ന് സൂക്ഷിക്കാൻ പറയണം, മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് അറ്റ്ലീസ്റ്റ് എടുക്കാനെങ്കിലും പറയണമെന്നൊക്കെ എന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അപ്പോൾ നയനേച്ചി അതിന് ശ്രമിച്ചാലും ചേച്ചി അതിന് സമ്മതിക്കത്തില്ല. ചേച്ചിക്കാണെങ്കിൽ നയനേച്ചിയും ആദർശേട്ടനും ഒന്നും കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ എല്ലാവരെയും കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടിയിട്ട് നവ്യേച്ചി ഇങ്ങനെ പറയുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു. എന്തായാലും അഭി വരുമ്പോൾ അഭിക്ക് ഇപ്പം കാണിച്ചതുപോലെ അഭിയോട് പെരുമാറരുത്, അഭിക്ക് അത് ഭയങ്കര സങ്കടമാവും, എന്നെയും കുഞ്ഞിനെയും അതുപോലെ സ്നേഹിക്കുന്നതാണ് അഭി, അപ്പോൾ അഭി വരുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ അഭിയോട് പെരുമാറണമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അവർ ചെയ്തോളാവെന്നും പറഞ്ഞു. പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അഭി വന്നു. അഭി വന്നിട്ട് ഇവരവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുക. അപ്പോഴും ഇവരുടെ മുഖത്ത് വലിയ തെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സമയത്ത് അഭി നവ്യയായിട്ട് റൂമിലേക്ക് ചെന്നിട്ട് നവ്യോട് ചോദിച്ചു, എന്താ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനീതിക്കൊക്കെ പറ്റിയത്, അവർക്കെന്തോ നമ്മളോടൊരു നീരസം ഉള്ളത് പോലെയാണല്ലോ. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ, അവരുടെ മാനസികാവസ്ഥ നിനക്ക് അറിയാവുന്നതാണല്ലോ. മാത്രമല്ല ഒരുപക്ഷെ നയന ഇനിയിപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് നിന്ന് എന്തെങ്കിലും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ഉറപ്പല്ലേ, നിൻ്റെ അനിയത്തിയല്ലേ, അവൾ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുത്തു കാണും. എന്തായാലും ഭർത്താവിനെ വെള്ള പൂശാനായിട്ട് ശ്രമിച്ചും കാണും, അതിൻ്റെ ഒരു ഇതായിരിക്കും അവർക്കെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുള്ളിടത്തോളം കാലം അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഒന്നും അങ്ങേരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൾ വന്ന് നിന്ന് പറഞ്ഞതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതിനപ്പുറം മറ്റൊന്നും അതിനെ കാണണ്ടെന്നും പറഞ്ഞു. നീ വന്നേ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, കഴിക്കാനൊന്നും നിൽക്കേണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ പറയുമ്പോൾ, ബുദ്ധിമുട്ടോ, നീ എന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയാം. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നവ്യയും അതുപോലെ ഇവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചപ്പോഴാണെങ്കിലും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവിയുടെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട്. എന്തെങ്കിലും കഴിച്ചു എന്നൊക്കെ വരുത്തി ഇവരെന്നിട്ട് യാത്ര പറഞ്ഞു പോകും, അമ്മേ പോവാട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നയന എന്തെല്ലാം അമ്മയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവൾ എന്ത് പറഞ്ഞു തന്നാലും അമ്മേ അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും തെറ്റല്ലാതാവുന്നില്ല എന്നും പറഞ്ഞു. ഒരിക്കലും എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ അവരുടെ സൈഡ് ചേർന്നാലും. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നേ, തെറ്റ് ചെയ്തത് ആരായിരുന്നാലും അവർക്കതിനുള്ള ശിക്ഷ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ നമ്മളതിനെ പറ്റി ആലോചിക്കണേന്ന് ചോദിക്കുക. അതെ, തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുമെന്ന് നവ്യയും പറഞ്ഞു. എന്നും പറഞ്ഞ് ഇവർ അനന്തപുരിയിലേക്ക് പോയിട്ടോ. ഈ സമയത്ത് ഇവരവിടെ ആകെ വിഷമിച്ച് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വീട്ടിൽ നമ്മുടെ കൊച്ചിന് ബാഗും കൊടയും അതും ഇതെല്ലാം വാങ്ങിച്ചതിൻ്റെ കുശുമ്പും കുന്നായ്മയായിട്ട് ജലജ രംഗത്തേക്ക് വന്നു. ജലജ അവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ, ആഹാ ചന്തുമോൾക്ക് ബാഗും കൂടെയൊക്കെ വാങ്ങിച്ചോന്ന് ചോദിച്ചു. നാളെ സ്കൂളിൽ ചേരാൻ പോവാണോ മോളെന്ന് ചോദിക്കുമ്പം അതേ മുത്തശ്ശ എന്നും പറഞ്ഞ് കുഞ്ഞിങ്ങനെ നിൽക്കുക. ആ സമയത്ത് മോൾക്ക് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടി, അതായത് ആദർശം നയനയും കൂടി ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തായാലും മോള് നാളെ മുതൽ സ്കൂളിൽ പോയി തുടങ്ങുക, മോള് നന്നായി പഠിക്കണം, നല്ലൊരു പഠിച്ച് വലിയ ആളാവണം, പഠിച്ച് ഡോക്ടറാവണം, ഡോക്ടറായിട്ടേ മോളുടെ അമ്മയെ ചികിത്സിച്ച് മോളുടെ അമ്മയുടെ അസുഖമൊക്കെ ഭേദമാക്കണമെന്ന് മുത്തശ്ശിനെ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തോണ്ടിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ജലജയ്ക്ക് അവിടെ നിന്ന് ക്രിമികടി തുടങ്ങി. ജലജ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് കാണിക്കുക കേട്ടോ. അപ്പോൾ ജലജയുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നയനയും ആദർശമൊക്കെ ജലജയെ ശ്രദ്ധിക്കുക. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, നിനക്കെന്താ ജലജേ ഒരു ബുദ്ധിമുട്ട് പോലെ, കൊച്ചു സ്കൂളിൽ പോകുന്നതിനോട് നിനക്ക് താല്പര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ എന്തിനാ താല്പര്യക്കുറവ് കാണിക്കുന്നത്, ആദർശിൻ്റെ കുഞ്ഞല്ലേ, ആദർശിൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോയി പഠിച്ച് വലിയ ഡോക്ടർ ആവട്ടെ, അതിനിപ്പോൾ എനിക്ക് എന്താ കുഴപ്പം, ഇവിടെ ഈ കുടുംബത്തിലൊരു പേരക്കുട്ടി ഉണ്ടായിട്ട് അതിനെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരുത്തർക്കും ഇവിടെ സമയമില്ല. അതിനെന്തെങ്കിലും വേണോ, അതെങ്കിലും കുടിച്ചോ കഴിച്ചോ, അതിൻ്റെ അമ്മ അതിനെ നോക്കുന്നുണ്ടോ, വേറുള്ളവർ അതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കാൻ ആർക്കും ഇവിടെ സമയമില്ലല്ലോ. ചന്തുമോളെ സ്കൂളിൽ ചേർക്കാനുള്ള ധൃതിയല്ലേ, ചേർത്തോ നമുക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ നിൽക്കുന്നു. ദേ
നിന്റെ ഈ കുത്തിത്തിരിപ്പ് വർത്തമാനം നിർത്തണമെന്ന് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാനെന്ത് കുത്തിത്തിരിപ്പാമേ പറഞ്ഞ്? ഞാൻ കുത്തിത്തിരിപ്പൊന്നും അല്ല പറഞ്ഞു, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ദേ കയറി വരുന്നു നമ്മുടെ അഭിയും നവിയും കൂടി. അവർ കയറി വരുമ്പോൾ കാണുന്നത് ഈ കാഴ്ച. കൊച്ചുമായിട്ട് വന്ന് ഇവരെ കണ്ടപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അതേ നവ്യമോളും കുഞ്ഞും വന്നല്ലോ എന്ന് പറഞ്ഞു. അഭി ബാഗും കൂടെ ഇതെല്ലാം പിടിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുകയല്ലേ. കണ്ടോ അഭി, നിന്റെ ചേട്ടൻ്റെ കുഞ്ഞിനെ ഇവരെല്ലാം പോയി എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുത്തു, നാളെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണെന്ന്. അതിൻ്റെ ഇതാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. നീ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയതാണെന്ന് ചോദിച്ചു. മോന് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല, മോനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയുമ്പോൾ കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടുത്തെ പേരക്കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതോ അല്ലെങ്കിൽ അതിനുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും ഈ തറവാട്ടിൽ ആർക്കും അറിയില്ല, അറിയുകയും വേണ്ട. കാരണം ഈ കുഞ്ഞ് ഈ തറവാട്ടിലേ അല്ലല്ലോ. ആദർശ് ചന്തുമോൾ പിന്നെ ആദർശിൻ്റെ ചോരയല്ലേ, അപ്പം പിന്നെ അതിൻ്റെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. ഞാനും എൻ്റെ മക്കളും വലിഞ്ഞു കയറി വന്നവരല്ലേ, അപ്പം പിന്നെ അത്രയും പ്രാധാന്യം ഞങ്ങൾക്ക് തന്നാൽ മതിയല്ലോ അല്ലേ എന്നൊക്കെ ജലജ. അപ്പോഴും മുത്തശ്ശൻ പറഞ്ഞു, ജലജെ നീയായിട്ട് നിൻ്റെ സ്ഥാനം ഇല്ലാതാക്കരുത്, ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നീ എന്ന മകളെന്ന് മുത്തശ്ശൻ വീണ്ടും പറഞ്ഞു. ഇത് വീണ്ടും വീണ്ടും നീയായിട്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ ഇവരിതെല്ലാം പറയുമ്പം എൻ്റെ മോൻ്റെ കാര്യം ഓർത്ത് ആരും ഇവിടെ ടെൻഷൻ അടിക്കണമെങ്കിൽ ആരും എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഒരിതും കാണിക്കണ്ട, എൻ്റെ മോന് വേണ്ടുന്നത് വാങ്ങിക്കാനേ എനിക്കറിയാവെന്നും പറഞ്ഞുകൊണ്ട് നവ്യ നിങ്ങളുടെ എല്ലാം കൊച്ചുമോൾക്ക് എല്ലാ കൂട്ടവും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ നവ്യ അങ്ങ് കയറിപ്പോയി. നവ്യ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയെല്ലാം അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് അബി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. അബിയുടെ വായിൽ നാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വലിച്ച് ഇടിച്ച് ചവിട്ടി കൂട്ടാൻ തോന്നുന്ന സൈസ് നാക്കാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മുറിയിൽ ചെന്നിട്ട് അഭി നവ്യയോടാണ് കണ്ടോടി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം, ഈ വീട്ടിൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നീ ഇതും കാണുന്നതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അഭി വലിയ ആൾ കളിച്ചപ്പോൾ നവ്യ ചോദിക്കാം. എന്തായാലും ആ പെങ്കൊച്ചിൻ്റെ യോഗം അതൊരു രാജയോഗം തന്നെയാണെന്നൊക്കെ അഭി. ഈ യോഗമൊക്കെ എത്ര കാലം പോകുമെന്ന് കാണാമെന്ന് നമ്മുടെ നവ്യ പറയാം. നയനയ്ക്കൊരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി ഈ കൊച്ചിൻ്റെ പ്രാധാന്യമൊക്കെ കുറയുമെന്നുള്ള കാര്യവും പറയുവാണ്. നയനയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എന്തായാലും അവൾ അവളുടെ കുഞ്ഞിനെയല്ലേ സ്നേഹിക്കുകയുള്ളൂ, അല്ലാതെ ഈ വലിഞ്ഞു കയറി വന്ന പെൺകൊച്ചിനെ ഒന്നും സ്നേഹിക്കാൻ പോകുന്നില്ലല്ലോ. നീ ഇതൊക്കെ കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദർശിന് പാര പണിയാനായിട്ട് ഓരോ പരിപാടികൾ ഈ അബി എന്ന് പറയുന്ന ജഗത്താൻ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അനന്തപുരിയിലാണെങ്കിലും അവിടെ കമ്പനിയിലാണെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഏണി വെച്ചുള്ള കേസുകൾ വരെ നമ്മുടെ അബി പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവൻ്റെ ഈ അഹങ്കാരം അല്ലെങ്കിൽ അബി ഇതിൻ്റെയൊക്കെ കലി തീർക്കാനായിട്ട് നാട് നീളെ ഇറങ്ങി നടന്ന്, അതായത് ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് എല്ലാവരോടും ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോള്, ആദർശ് ഒരു പെണ്ണിനെ വഞ്ചിച്ചതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ലോകം മുഴുവനും പബ്ലിഷ് ആക്കുക. അപ്പോൾ ആ ഒപ്പം തന്നെ നവ്യുണ്ട്. ഇനിയും അയാൾ തലപൊക്കി പിടിച്ച് നടക്കണ്ട. അനന്തപുരിയിലെ മൂർത്തി ഗ്രൂപ്പിൻ്റെ MD അയാൾ തറയാണെന്നും പെണ്ണുപിടിയനാണെന്നും ലോകം അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ജലജയും നവ്യയും അഭിയും കൂടി പ്ലാൻ ചെയ്ത് ഇത് മൊത്തത്തിൽ കുളവാക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇവൻ നാട് നീളം അതും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഓരോരുത്തർ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ നേരെ നമ്മുടെ നയനയുടെയും നവ്യയുടെയും വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ആ അന്നത്തെ പ്രതികരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇവർ വേഗം വട്ടം തിരിഞ്ഞതെന്നുള്ളൊരു സംശയം വന്നു അബിക്ക്. ആ ഒരു സമയത്ത് അബിയുടെ മനസ്സിങ്ങനെ കിടന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ എന്താ അതിൻ്റെ കാരണം. അപ്പം തന്നെ ചെന്നാൽ ഇവരുമായിട്ട് സംസാരിക്കാം, അതുപോലെ തന്നെ ഇവരുടെ മനസ്സിലുള്ളത് ചൂഴ്ന്നെടുക്കാം എന്നൊക്കെ ആശാൻ അങ്ങ് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ നന്ദു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഇവൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ നന്ദു ഇറങ്ങി വന്നത് കണ്ടപ്പോഴത്തേക്കും ദൈവമേ നമ്മളെ പോലീസ് യൂണിഫോമിലാണല്ലോ കണി കണ്ടത്, ഇനിയിപ്പോൾ വല്ല പാരയാവുമോ എന്നൊക്കെ ഇങ്ങനെ അപ്പം ഈ മനസ്സിൽ ചിന്തിക്കാം. ഇവനെ എനിക്ക് കണ്ടിട്ട് ചവിട്ടി കൂട്ടാനാ തോന്നണമെന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇറങ്ങി വരുന്നു. അങ്ങനെ നന്ദുവും അബിയും കൂടെ കണ്ടു. നന്ദു നീ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു. അതെ. അല്ല അഭിയേട്ടനെന്താ ഈ സമയത്ത് ഇവിടെ? വെറുതെ ഞാനൊന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് കരുതിയാ വന്നതെന്ന് പറഞ്ഞു. ചേച്ചിയും കുഞ്ഞും എന്തേ? അവർ വന്നില്ല. അല്ല എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ നവ്യയും കുഞ്ഞും കൂടെ വേണമെന്നുണ്ടോ? മോളെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം, എങ്കിലും കുറച്ച് എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ശത്രുക്കൾ ഒരുപാടുള്ള ഒരു ജോലിയാണ് ഇത്, അത് വളരെ ഇതാവും എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ നോക്കി നിൽക്കാനേ നന്നായിട്ടറിയാം അഭിയേട്ടാ. മാത്രമല്ല
നന്മയും തിന്മയും, തെറ്റ് ചെയ്തവനെയും തെറ്റ് ചെയ്യാത്തവനെയും കണ്ടാൽ തിരിച്ചറിയാനൊക്കെയുള്ള സാമാന്യ മര്യാദ അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ട്. അതുകൊണ്ട് അഭിയേട്ടൻ അതോർത്ത് പേടിക്കണ്ട എന്ന് പറഞ്ഞു നന്ദു. അതുകൊണ്ട് അഭിയേട്ടൻ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നന്ദു പറയാം. അപ്പം ശരി എന്നാൽ ചെല്ല അച്ഛനും അമ്മയും അകത്തുണ്ടെന്നും പറഞ്ഞ് നന്ദു പുറത്തേക്ക് പോയി കേട്ടോ. ഇവക്കടെ വർത്തമാനത്തിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ചെന്ന് രണ്ടുപേരെ, അതായത് കനകത്തിനെയും ഗോവിന്ദനെയും സോപ്പിട്ട് കയ്യിലാക്കാനും കുപ്പിയിലാക്കാനൊക്കെ നോക്കുക. പക്ഷെ അവരാരാ മക്കൾ? ഇവൻ്റെ ഒരു കള്ളക്കളിക്കും അവരെ കിട്ടില്ല. അവരിങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് നിൽക്കുക. എന്തായാലും അബിക്ക് അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലായി അബിക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ നന്ദു അവിടുന്ന് നേരെ പോകുന്ന അനന്തപുരിയിലേക്കാട്ടോ. അനന്തപുരിയിലേക്ക് ചെന്നപ്പോൾ നയന പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, നയനയും ദേവയാനിയും ഒക്കെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെന്നു. നന്ദു അവിടെ നിന്ന് സംസാരിക്കും ഇവരുമായിട്ട്. അപ്പോൾ അബി ഇപ്പോൾ വന്നതും അതുപോലെ തന്നെ അബിക്ക് ഉള്ളൊരു കുരുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നവ്യ മുകളിൽ നിന്ന് കാണുക. അപ്പം നവ്യയ്ക്ക് ഭയങ്കര ഒരു ഇതെന്താ ഇവരെ മാത്രമായിട്ട് എന്നെ കാണാതെ വന്ന് നിന്ന് സംസാരിക്കുന്നത്, ഇതെന്താ സംഭവം എന്ന് നവ്യയ്ക്ക് ആകെ ഒരു എന്നിട്ട് നവ്യ ഇങ്ങനെ ശ്രദ്ധിക്കും ഇവരുടെ സംസാരം എന്താണെന്ന്. പക്ഷേ ഇവിടെ അബിയെന്ന് പറയുന്ന ചെകുത്താൻ വലിയൊരു കുരുക്കൊരുക്കാൻ തന്നെ നമ്മുടെ നന്ദു വന്ന് ഇവരോട് സംസാരിക്കാം. നന്ദു പറഞ്ഞത് അവൻ അറിയണം, നമുക്കെല്ലാവർക്കും സത്യം അറിയാമെന്നുള്ള കാര്യം അവൻ അറിയണം. ഇനി അവൻ അഹങ്കരിക്കാൻ പാടില്ല. മാത്രമല്ല ഇനിയും അവൻ നമ്മുടെ ചേച്ചിയെ പറ്റിക്കാനോ അല്ലെങ്കിൽ ചേച്ചിയെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ചേച്ചിയെ ചതിക്കാനോ പാടില്ല. ഒരു പേടി അവൻ ഉണ്ടാവണം. ആ പേടിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ഇനി മുന്നോട്ട് ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന തരികടകൾ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഇവരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു, ശരി തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാനായിട്ട് ഇനി അതിനെതിരൊന്നും പറയുന്നില്ല. കാരണം അവൻ്റെ അഹങ്കാരം അതിൽ കടന്നു. ലോകം മുഴുവനും അവനിങ്ങനെ പരദൂഷണമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിലെല്ലാം ആദർശിനെ കൊച്ചാക്കുന്നു. കമ്പനിയിൽ ആദർശിനെ സ്റ്റാഫുകളുടെ മുന്നിൽ കൊച്ചാക്കുന്നു. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും അവനെ അങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദർശും നയനയും കൂടി ദേവയാനി ഇവരെല്ലാവരും നന്ദു ഇവരെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് ഇവനെ വിളിക്കുക. അങ്ങനെ ഇവനോട് ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. അവൻ അവിടേക്ക് ചെന്നു. അവനവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവൻ ആകെ ഒരു പേടിയും എപ്രാളവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തിനായിരിക്കും ഇവർ വിളിച്ച് വരുത്തിയേക്കുന്നതെന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് ഇവന്. ആ സമയത്ത് ചന്തുമോളെ പറ്റിയുള്ള കാര്യങ്ങൾ നയന ചോദിക്കുമ്പം ഇവൻ അന്നേരം ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അതെല്ലാം ആദർശിൻ്റെ തെറ്റാണ്, ആദർശിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കാം. ഇവൻ്റെ ഡയലോഗുകൾ ഇവൻ്റെ ഷോ ഇറക്കലും കണ്ടു കഴിഞ്ഞാൽ ആദർശ് ഒരു അക്ഷരം ഇണ്ടാതെ നിന്ന് കേട്ടു നയനയും. ഇവൻ്റെ ഷോ ഓഫ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നയന നിർത്തടാന്ന് പറഞ്ഞു. അന്ന് അനഘയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആദർശേട്ടൻ്റെ ഫോട്ടോ അവിടെ വെച്ചത് ആരാടാന്ന് ചോദിച്ചു. ഇവനൊന്നേരം നയനെ ഇങ്ങനെ നോക്കുക. എടുത്തിത് എന്തായി പറയുന്നേ എന്നുള്ള രീതിയിൽ മിണ്ടി പോകരുത്. അന്ന് ആ വീട്ടിൽ ആദർശേട്ടൻ്റെ ഫോട്ടോ വെച്ചവൻ നീയാ. അതിന് കാരണം ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല നിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഇവൻ ഞെട്ടി. അയ്യോ, തിരമാലകളെല്ലാം ആഞ്ഞടിച്ച് ഭയങ്കര ഇതായി. ആ സമയത്ത് നിങ്ങളെന്തായി പറയുന്നത്? ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയിലേക്ക് പഴി വയ്ക്കുന്നു, നിങ്ങളാൾ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ടായി അബി. നിർത്തടാ, നീ ഇനിയും ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കാൻ നോക്കിയാൽ നിന്നെ വെറുതെ വിടുവേലാന്ന് തന്നെ നയന പറയാം. എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്റെ മുന്നിൽ ഞങ്ങൾ വന്നു നിൽക്കുന്നത്. ചന്തുമോളും നിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവനൊന്ന് ഒതുങ്ങി. അങ്ങനെ നിങ്ങൾ ചുമ്മാ വേണ്ടാത്ത പണി കാണിക്കാതെ പൊയ്ക്കെന്ന് പറഞ്ഞപ്പോൾ പോകാൻ നോക്കാം. പോയ ഇവനെ പീട്ടിച്ച് വലിച്ചിങ്ങ് കൊണ്ടുവന്നങ്ങ് നിർത്തി നമ്മുടെ ആദർശം. നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് അതിനെ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച് അതിനെ ഇപ്പം ഈ കിടക്കയിൽ ഈ പരുവത്തിൽ കിടത്തിയിരിക്കുന്നതും നീയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ നീ ലോകത്തിന് മുന്നിൽ ചെറുതാക്കല്ലേടാന്ന് ചോദിച്ചു. എൻ്റെ ചേച്ചിക്കും ചേച്ചിയുടെ കുഞ്ഞിനും വേണ്ടിയാണ് ഇതുപോലൊരു ത്യാഗം എൻ്റെ ആദർശേട്ടനെ ഏറ്റെടുത്തതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോഴും ഇവൻ ഇങ്ങനെ ചീറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരൊറ്റ അടിയായിരുന്നു അവൻ്റെ ചെവിക്കല്ല് തീർത്ത് നമ്മുടെ നയന. ഇനി നീ ആള് കളിച്ചാൽ അല്ലെങ്കിൽ ഇനി നീ വേണ്ടാത്തത് ഓരോന്ന് ഒപ്പിച്ച് വെച്ചാൽ നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കുമെന്ന് നമ്മുടെ നയന തന്നെ പറയാം. അവിടെ ആദർശൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക നയനയുടെ ആ ഒരു പ്രതികരണവും ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇവർ ആ കാര്യമെല്ലാം പറഞ്ഞു. ഇനി നീ ഒന്ന് ചലിക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇനി നീ എന്തെങ്കിലും ചെയ്തെന്നോ ഇനി എന്തെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ ആദർശേട്ടനെതിരെ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ലെന്ന് നയന പറയാം. അങ്ങനെ ഇവനെ പറഞ്ഞു പേടിപ്പിച്ച് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവനാണെങ്കിൽ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം,
ഈ സത്യമെല്ലാം നീ ഞങ്ങൾ അറിഞ്ഞു എന്ന് നീ അറിഞ്ഞാൽ ചന്തുമോൾക്കോ ചന്തുമോളുടെ അമ്മയ്ക്കോ മരണം ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരുടെ ദേഹത്തൊരു തരി മണ്ണെങ്കിലും വീണാൽ, നന്ദുവിനെ അറിയാവല്ലോ നിനക്ക്, പിന്നെ നീ ഭൂലോകത്തോ അല്ലെങ്കിൽ ഈ ഭൂമി പോലും ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ നീ പുറംലോകം കാണണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കണമെന്നും പറഞ്ഞു. ഇത്രയും കാലം നീ കളിച്ച കളിയല്ല ഇനി നിൻ്റെ മുന്നിൽ കിടക്കുന്നതെന്നും പറഞ്ഞ് തന്നെ അവനെ മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് ഇവരങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന് പിന്നെ ഷോപ്പിംഗ് കൂടി. ഇപ്പോൾ ഭയങ്കര ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നവ്യയുടെ അടുത്ത്, വീട്ടിൽ, ഇവരുടെ അടുത്ത് എല്ലാം. അതെല്ലാം കഴിഞ്ഞിട്ട് നയനയാണെങ്കിൽ ഇവൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഇവൻ ഓരോ പാറപടിയാൻ പോകുന്നുണ്ട്. അതാണ് വേറെ ഇത്. അങ്ങനെ ഇവൻ്റെ ഓരോ കള്ളത്തരങ്ങളും ഇവൻ്റെ പിന്നാലെ നടന്ന് നമ്മുടെ നയനെ കണ്ടുപിടിക്കാം. ഓരോ പെൺപിള്ളേരെ വശീകരിക്കുന്നതും പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതും അതുപോലെ തന്നെ കമ്പനിയിലുള്ള പെൺപിള്ളേരോട് വരെ പഞ്ചാര അടിക്കുന്നത്. അങ്ങനെല്ലാം നയനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ പിന്നെ അവനെ വിളിച്ചു. ഇനി നീ വേണ്ടാധീനം കാണിച്ചാൽ ഇതെൻ്റെ അവസാന താക്കീതാണ്. ഇനി ജീവിതം കൊണ്ട് നീ, എൻ്റെ ചേച്ചിയുടെ ജീവിതം കൊണ്ട് നീ ഓരെന്തിനും ഇറങ്ങിയേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനെ അവനെ അവസാന താക്കീതും കൊടുത്തിട്ട് പോയപ്പോൾ നയനയുടെ ആ പവർഫുള്ളായിട്ടുള്ള എൻട്രി, അതുപോലെ തന്നെ ഇനി തെറ്റിനെതിരെ സൈലൻ്റായി നിൽക്കാതെ അഭിയെന്ന ചെകുത്താനും അവൻ്റെ അമ്മയ്ക്കും എതിരെ ശക്തമായി തന്നെ പോരാടാനായിട്ട് നമ്മുടെ നയന ഒരുങ്ങുകയും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.